ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അപ്പൂസും മാത്രം വീട്ടിൽ സന്തോഷമായിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയതാണ്. ഇന്നലെ രാത്രി പോയി, ഇന്ന് രാവിലെ എത്തി. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പോകേണ്ടതായിരുന്നു അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ പനിയായപ്പോൾ അങ്ങനെ നീണ്ടു നിന്ന് പോകാൻ പറ്റിയില്ല. പനിയൊന്നാകുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതായിട്ട് ഇങ്ങനെ നീണ്ടു നിന്നതാട്ടോ. പിന്നെ നമ്മളെ വിശേഷമൊക്കെ പറയാൻ കുറേ നേരം വൈകിയിട്ടുണ്ട്. അപ്പൂസ് സ്കൂളിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാത്തുന്നതാട്ടോ. എന്താണ് ചിക്കു ഒരു മൂത്തോട്ടം നമ്മൾ ഇന്നലെ പറിച്ചില്ലേ. പിന്നെ അപ്പൂസും തന്നെ ഒന്ന് സ്കൂളിൽ വരാൻ വൈകിട്ടോ. നമ്മളെ റോഡ് പണി നടക്കുകയാണ്. വെള്ളത്തിന് പൈപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ JCB എന്താ പറയുക മാന്തിയിട്ട് വണ്ടിയൊക്കെ വരാനും നല്ല പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വൈകി. അപ്പോൾ നമ്മൾ വിശേഷം പറയാനും വൈകിയതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അമ്മേനെ നമ്മൾ വെള്ളിയാഴ്ച നാളെ റേഡിയേഷൻ കഴിഞ്ഞിട്ട് നാളെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നാളെ വരില്ല. അപ്പോൾ എന്താ കാരണം വെച്ചാൽ അമ്മയ്ക്ക് റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ച വേറെ റേഡിയേഷൻ ഉണ്ട് പറഞ്ഞിരുന്നു. അതായത് ആഴ്ചയിൽ ഒരു റേഡിയേഷൻ വെച്ചിട്ട് പോയിട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അഡ്മിറ്റ് ആവാതെ പോവുക ചെയ്യുക പോരുക അങ്ങനെ കേട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ അത് ഇതുപോലെ സാധാ റേഡിയേഷൻ അല്ല കേട്ടോ. അത് അമ്മേനെ മയക്കിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ആ റേഡിയേഷന് അമ്മയ്ക്ക് ചൊവ്വാഴ്ചയ്ക്കാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നാളത്തെ വരവില്ല. നാളെ വന്നാൽ പിന്നെ ചൊവ്വാഴ്ച നമ്മളിങ്ങനെ വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം നാളെ വന്നാലും നാളെ അവിടുന്ന് പോന്നാലും ശനിയാഴ്ച രാവിലെ അല്ലേ ഇവിടെ എത്തുള്ളൂ. ഇവിടെ എത്തിയാൽ പിന്നെ വീണ്ടും ചൊവ്വാഴ്ച അങ്ങോട്ട് തന്നെ എത്തണം. അപ്പോൾ അമ്മേനെയും കൊണ്ട് അങ്ങോട്ടും അത് ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ വരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇനി ചൊവ്വാഴ്ച ആണ് അമ്മേൻ്റെ ആ ടെസ്റ്റ് കേട്ടോ. അപ്പോൾ കുഴലിറക്കിയിട്ടാണ് പരിശോധിക്കുന്നത്. അത് മയക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ചൊവ്വാഴ്ച രാവിലെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഓൾക്ക് തിരിച്ച് പോരാം. അപ്പോൾ സന്തോഷേട്ടൻ ചൊവ്വാഴ്ച രാത്രി തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പകലത് കഴിഞ്ഞാൽ രാത്രി ചൊവ്വാഴ്ച ഇങ്ങോട്ട് പോരാം. ചൊവ്വാഴ്ച പോന്നാൽ ബുധനാഴ്ച രാവിലെ ഇങ്ങോട്ട് എത്താം. അപ്പോൾ ഒരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത്. നാളെ വരുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നാളെ വരാൻ പറ്റാഞ്ഞിട്ടല്ല കേട്ടോ. നാളെ വന്നാൽ പിന്നെ അമ്മേനെയും കൊണ്ട് അങ്ങോട്ട് തന്നെ പോകണ്ടേ. ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ ഒന്ന് ഈ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ 17-ാം തീയതിയാണ്. 17-ാം തീയതി കഴിഞ്ഞാൽ 24-ാം തീയതി. അങ്ങനെ 3 ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ ഡേറ്റിന് പോയിട്ട് ഈ കോയിലിറക്കിയിട്ട് പരിശോധിക്കുക. അപ്പോൾ മയക്കിയിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അറിയില്ല കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ 3 മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു അവിടെയൊക്കെ കുറേ ആൾക്കാർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇനിയിപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഇപ്പോൾ അമ്മയ്ക്ക് അത് അനുഭവിച്ചാൽ തന്നെയുള്ള അറിയുക. ബുദ്ധിമുട്ടില്ലാതെ മാറി കഴിഞ്ഞാൽ മതിയെന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. പിന്നെ അപ്പോൾ ഇനി എന്താ കുറേ സമയമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിളക്കൊക്കെ ആയിട്ടുണ്ട്. 5:30 ആയിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് വിളക്ക് വയ്ക്കട്ടെ. 6 ഇപ്പോൾ കുറേ നേരത്തെ വാങ്ങി കൊടുക്കും. 6 മണിയാകുമ്പോഴേക്കും വിളക്ക് വയ്ക്കണം. അപ്പോൾ രാവിലെ അടിച്ചു വാരിത്തോടെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കും, അതേപോലെ വൈകുന്നേരം ഒന്ന് അടിച്ചു വാരി തുടയ്ക്കും. അപ്പോൾ ശരിക്കും ഒന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ ഈ രാവിലെ അപ്പൂസ് സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ചളിയൊന്നുമില്ല. ഞാൻ ചവിട്ടിയിട്ട് തന്നെ സിറ്റോട്ടിൽ ഞാൻ വന്നിട്ട് തന്നെ അല്ല. അപ്പോൾ മെല്ലെ ഒന്ന് മോപ്പെടുത്തിട്ടൊന്ന് തുടയ്ക്കാനേ ഉള്ളൂ. അന്ന് വേഗം മേൽ കഴുകുക, വിളക്ക് വയ്ക്കുക. പിന്നെ നമ്മൾ ഒന്നും കുക്കിങ്ങായിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. എന്നും നമുക്ക് ഉണ്ടാക്കാനും കാണിക്കാനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇന്നൊരു ഷോർട്ട് ഇട്ടേന്നു കേട്ടോ, മുട്ട പുഴുങ്ങുന്നത്. ഞാൻ ദയവ് വിചാരിച്ചു സത്യമായിട്ട് പറയാം, ഇതുവരെ ഞാൻ കുക്കറിൽ മുട്ട പുഴുങ്ങിയിട്ടേ ഇല്ല. എന്ന് ഷോർട്ട് കണ്ടവർക്ക് അറിയാം. കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടേന്നു ഞാൻ ഏത് ഉഗാണ്ടയിലാണ് ജീവിക്കണേ, ഏത് ലോകത്താണ് ജീവിക്കണത്, ഇത്രയും കാലമായിട്ട് അടുക്കള പണി എടുത്തിട്ടും എന്താ കുക്കറിൽ മുട്ട ഉണ്ടാക്കി കുറേ ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, കുക്കറിൽ ഞാൻ ഇതുവരെ ചെയ്തില്ല. ദൈവ സത്യമാണ്, ഞാൻ കുക്കറിൽ മുട്ട പുഴുങ്ങിയിട്ടില്ല. ഞാൻ അടുപ്പത്തോ അല്ലെങ്കിൽ ഗ്യാസ് മേലെ വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് ഇത്രയും ഗ്യാസ് കത്തിച്ച് കാണ്ട് മുട്ട പുഴുങ്ങുമാരെങ്കിലും എത്രങ്ങാനും ഗ്യാസ് ആയിമ്മ ചിലവാകുന്നത്.
അപ്പോൾ ഞാൻ അപ്പൂസിന് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി ഓന് അങ്ങനെ ആക്കി കൊടുത്താൽ സ്കൂളിലേക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി ആണ് കൊടുക്കൽ. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരി പറഞ്ഞാണേ, എന്താ കുക്കറിൽ 2 വിസിലടുപ്പിച്ചാലടി എനിക്ക് മുട്ട എത്ര പെട്ടെന്ന് വെന്തിട്ടെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് കാട്ടണല്ലോ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നല്ല അത്ഭുതത്തിൽ ദൂർപ്പത്തിൽ കുക്കറിൽ 2 വിസിലടുപ്പിക്കുക. അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ ഞാൻ കാട്ടണം വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ എനിക്ക് കമൻറ്റ് വന്നപ്പോൾ ഭയങ്കര ടെൻഷനായി. ഞാൻ ഇത്ര പൊട്ടത്തിയായോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം എല്ലാവർക്കും അറിയണ കാര്യം ഞാൻ അത്ര അത്ഭുതത്തിൽ കാട്ടിയത് എനിക്ക് മാത്രമേ അത്ഭുതമായി തോന്നിയിട്ടുള്ളൂ. വേറെ ഓരോരുത്തർ 20 വർഷമായിട്ടൊക്കെ ഇതന്നെ സ്ഥിരം ചെയ്യണത്. ഞാൻ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത്ര അത്ഭുതത്തിൽ ചെയ്തത് എനിക്ക് മാത്രമേ അത്ഭുതമായി തോന്നിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതേപോലുള്ള കുറേ പൊട്ടത്തരങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കട്ടോ, കാരണം എനിക്ക് അറിയാഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ. എന്താ പറയണ്ട വെച്ചില്ല. പിന്നല്ലേ ഇവിടെ ഒരു പ്രത്യേക തരം പുഴുവിനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. എന്താണ് അപ്പം അത് പുഴു പൂമ്പാറ്റയാണതാ. നല്ല രസമുള്ള നീല പൂമ്പാറ്റ. പാറിപ്പോയടാ പൂമ്പാറ്റ. അതിന് വലിയതുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കണ്ണൊക്കെ എഴുതിയ പോലത്തെ പുഴു കേട്ടോ. പക്ഷെ കണ്ടിട്ടില്ലേ അറപ്പാവുകയും ചെയ്യാം, കുളിര് വരും കേട്ടോ. അത്രയ്ക്കും ഇതായൊരു പുഴുവാണ്. താത്ത ഇങ്ങോട്ട് വാ അതിനെ കാണിച്ചോ. ആ വലുത് കുറേ ഉണ്ട് കേട്ടോ, ഒന്നൊന്നല്ല എടുത്ത കുറേ പുഴാത്താ. ചെക്ക അപ്പുന്നെ പഠിപ്പിക്കണേ. ഇതിന്റെ വലുതുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. പച്ച എന്താ പറയാ മഞ്ഞ കറുപ്പും എല്ലാം ഉണ്ട്. നാളെ ചിലപ്പോൾ ഇരുന്നത്. അപ്പോൾ നാളെ നമ്മളെ അപ്പുട്ടേട്ടന് ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്താട്ടോ പണി. നാളെ സ്കൂളിൽ വന്നിട്ട് ഇവിടെ ബാപ്പുവിൻ്റെ വീട്ടിലെ പണി. ഇവിടെ എന്താ പോവാ നടത്തിക്കോ. അപ്പൊ ഒരു പണിയാടി പോകുമ്പോ ഒരു പണിയാടി പോകുമ്പോഴേ വണ്ടിക്ക് പോവാ. സ്കൂളിൽ വന്നിട്ട് 5:30 പണി കഴിഞ്ഞിട്ട് നമ്മൾ പോവുക. എന്നിട്ട് നമ്മൾ ഞായറാഴ്ച വരിക. ഛർദിക്കാൻ വരിക. ചോളാണ്ടി അടിച്ചിട്ടാ. അപ്പൂസിന് സ്കൂളിൽ വന്നേക്ക് ഞാൻ ചോളാണ്ടി പറഞ്ഞാൽ മനസ്സിലാക്കാവ. ഇത് റാഗില്ലേ, റാഗി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പം അത് സ്കൂളിൽ വന്നേക്ക് ആ ക്ഷീണത്തിൽ 2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ട്. പോലെ ഛർദിക്കാൻ വരുമെന്ന്. അപ്പം നമ്മൾ ഒന്ന് അടിച്ച് വരി, എങ്ങനെ അടിച്ച് വരിയാലും കണ്ടില്ലേ ഉറുമ്പ് വന്നു. പിന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് മുടി. എവിടുന്നായി മുടി പാറി വരുന്നത് അറിയില്ല കേട്ടോ. എപ്പോൾ അടിച്ചാലും മുടി ഉണ്ട്, റെഡിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആകൊക്കെ ഒന്ന് അടിച്ച് വരി, ഒന്ന് മെല്ലെ ഒന്ന് തുടച്ച് പൊടി കേട്ടോ. എന്നിട്ട് വേണം മേലേക്കിട്ട് വിളക്ക് വയ്ക്കാൻ. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ നേരമായിട്ടോ. എൻ്റെ മേലേക്കലൊക്കെ കഴിഞ്ഞു, അടിക്കലും തുടയ്ക്കലും. അപ്പൂസ് മേലേക്കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൂസിനോട് ഞാൻ വേഗം മേലേക്ക് വിളക്ക് വയ്ക്കട്ടെ, എന്നിട്ട് അപ്പൂസിന് മേലേക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഈ വർത്താനം പറഞ്ഞ് നിൽക്കണില്ല, വേഗം വിളക്ക് വയ്ക്കട്ടെ കേട്ടോ.
ദീപം 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 അവിടുത്തെ ലൈറ്റ് കത്തില്ലേ? കത്തില്ലേ? ഒരു ലൈറ്റ് ഏതാ കത്തത്തെ? ആ കത്തില്ല. ആ അപ്പോൾ നമ്മൾ വിശേഷം നിർത്തിയാലപ്പോൾ അപ്പം ഇനി കുറച്ച് നേരം നാമം ചെല്ലാനുണ്ട്, അപ്പൂസിന് മേല് കഴുകാനുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വിശേഷം നിർത്തുക കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.